ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു കൊക്കോ പറിച്ചാലോ? അപ്പോൾ മഴയൊക്കെ തോർന്നത് കൊണ്ട് തന്നെ നമുക്ക് കൊക്കോ പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുറേ ദിവസം ഞങ്ങൾ നോക്കി വെച്ചിട്ട് പക്ഷേ പഴുത്തിട്ടില്ല ഒന്നും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 ഉണ്ടാക്കി. അപ്പോൾ ഇതാ നമുക്ക് ഒന്ന് നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്ന് കുറച്ച് പൊട്ടിച്ച് നോക്കാം. എന്നാലും മധുരം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അവിടെ ഇവിടെ ആയിട്ടുള്ള കുറേ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പഴുക്കാൻ നിൽക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഴുക്കായിരിക്കും. ആ ഒന്നാണ് ഇപ്പോൾ ആകെ പഴുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഗൈസ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഒരു മരമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു മരത്തിൽ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് പറിക്കാം. ഇത് അതിൽ നിറച്ച് ഉറുമ്പായിരുന്നു. അപ്പോൾ നമുക്ക് പറിച്ചാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിങ്ങനെയാണ് ഞങ്ങളിവിടെ ഇതിങ്ങനെയാണ് കേട്ടോ ഗൈസ് പൊട്ടിക്കുക. അടിച്ചിട്ട് കല്ലുമ്മ അടിച്ചിട്ടാണ് പൊട്ടിക്കുക. അപ്പോൾ അതാ നല്ല രസമുള്ള നല്ല മധുരമുള്ള കൊക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തിന്ന് നോക്കി, നല്ല രസമുണ്ടായിരുന്നു. നല്ല മധുരവും പുളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്ന ഒരു സൈസായിരുന്നു. അപ്പോൾ ഇതാ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.